സൈലന്റ് വാലിയിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട്. ഇന്നും ഇപ്പോഴും യാത്ര ചെയ്യുമ്പോൾ അവിടെയുള്ള അനുഭവം പഴയ അനുഭവം നിലനിൽക്കുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ കാര്യമാണ്. അത് എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും അതൊരു പൊല്യൂഷൻ ഫ്രീ ഡെസ്റ്റിനേഷനാണ്. കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത് മൂന്നാറിലേക്കാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 10-27 വർഷം മുമ്പ് ഞാൻ മൂന്നാറിലേക്ക് യാത്ര നടത്തിയിട്ടുണ്ട്. അന്നത്തെ ഒരു മൂന്നാർ എന്ന് പറയുന്നത് മനസ്സിന് നൽകുന്നൊരു സന്തോഷമുണ്ട്. കാരണം എനിക്കറിയാം അന്ന് അവിടെ ചെല്ലുമ്പോൾ ഒരു ഗസ്റ്റ് ഹൗസ്, ഒരു കുന്നും മുകളിലൊരു റെസ്റ്റ് ഹൗസ് മാത്രം, ഒരു ഗസ്റ്റ് ഹൗസും. പിന്നെ കടകളെന്ന് പറയാവുന്നത് ഭക്ഷണം കഴിക്കാവുന്ന ഒരൊറ്റ കട മാത്രമേ അത് നല്ല രീതിയിൽ ഒന്നുള്ളായിരുന്നു. ഓരോ പ്രാവശ്യം പോകുമ്പോഴും മൂന്നാറിനകത്ത് പുതിയ കെട്ടിടങ്ങൾ വരുന്നു, പുതിയ റിസോർട്ടുകൾ വരുന്നു. മൂന്നാറിൻ്റെ ഒരു സൗന്ദര്യം പഴയതുപോലെ നിലനിൽക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴുള്ള ഒരു പ്രയാസമാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. മഴ വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് മലപ്പുറത്ത് എൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഹൈസ്കൂളിൽ എത്തുന്ന വരെയുള്ള സമയം എനിക്ക് വെള്ളത്തിലൂടെ, കാരണം വയൽവരമ്പിലൂടെയാണ് പോകേണ്ടിയിരുന്നത്. അന്ന് വെള്ളത്തിലൂടെ ഉള്ള ആ യാത്ര ഇപ്പോഴും മനസ്സിലുണ്ട്. പക്ഷേ ഇന്ന് വയലുകളില്ല, ഇന്ന് ആ പ്രദേശങ്ങളില്ല, പൂർണ്ണമായും കെട്ടിടങ്ങളും പൂർണ്ണമായ റോഡുകളും ഒക്കെ ആയിക്കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ കൺമുന്നിൽ നിന്ന് തന്നെ നമ്മൾ അനുഭവിച്ച മുഴുവൻ നമ്മളങ്ങനെ മാഞ്ഞു പോകുന്നത് നമ്മളറിയാതെ, കാലത്തിൻ്റെ വളർച്ചയ്ക്ക് ചിലപ്പോൾ ആവശ്യമായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ആ ഒരു പ്രകൃതി നമ്മളറിയാതെ തന്നെ അതങ്ങനെ ഇല്ലാതായി പോകുന്നത് കാണുമ്പോൾ ചിലപ്പോഴൊക്കെ പ്രയാസം തോന്നാറുണ്ട്. മഞ്ഞും മലകളും അതുപോലെ തന്നെ അരുവികളും കടലോരങ്ങൾ എല്ലാം നമുക്ക് പ്രകൃതി തന്നെ നമുക്ക് തന്നിട്ടുള്ള എല്ലാം അതിനോട് വളരെ ഒരു താല്പര്യം തോന്നിയിട്ടുണ്ട്. യാത്ര ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ പ്രകൃതിയെ അറിയാനാണ് പലപ്പോഴും ശ്രമിക്കാറുള്ളത്. ഏത് യാത്രയിലും ഞാൻ സെലക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ പ്രകൃതിയുടേതായ ഒരു ഭംഗി അനുഭവിച്ചറിയാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. പ്രകൃതിയുമായിട്ടുള്ളത് ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു അനുഭവമായിട്ടല്ല. എൻ്റെ ജില്ലയിലൂടെയാണ് നിള നദി പോകുന്നത്. നിളയുടെ ഒരു അവസ്ഥ, ഞാൻ ചെറുപ്പം മുതലേ കടലുണ്ടി പുഴയുടെ തീരത്താണ് ഞാൻ എൻ്റെ വീടും സ്ഥലമൊക്കെ. അവിടെ ആ പുഴയ്ക്കുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം അല്ലാതെ വറ്റി വരണ്ട് നിൽക്കുന്ന സാഹചര്യം, ഒരു കാലത്ത് എല്ലാം കൊണ്ടും സമ്പന്നമായിരുന്ന ഇത്തരം നദികളായാലും നമ്മുടേതായ പ്രകൃതിയായാലും ഒക്കെ ഇല്ലാതായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. എനിക്ക് എൻ്റെ ഒരു പ്രയാസം തോന്നിയിരുന്നു. ആ ഒരു കാര്യം കൊണ്ടാണ് ഇപ്പോഴും ഞാനൊരു പ്രകൃതിക്ക് വേണ്ടി പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാളാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രചരണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അതിന് വേണ്ടി കൂടുതൽ ശബ്ദം ഉയർത്തുന്ന ഒരു തലത്തിലേക്ക് ഞാൻ പോയിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ മറ്റാരും പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടേതായ ഈ സമ്പത്തുകൾ തകർന്നു പോകുന്നത്, അതില്ലാതായി പോകുന്നത് ഒരു മനസ്സിൽ വല്ലാത്ത പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു പരിസ്ഥിതിവാദി പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ എനിക്ക് അതിനേക്കാൾ കൂടുതൽ പ്രകൃതിയോട് താല്പര്യമുള്ള ഒരാളാണ്. പൊല്യൂഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മേഖലയിലല്ല, എല്ലാ മേഖലയിലും ഇന്ന് പൊല്യൂഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കേരളം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടേതായ വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. നമ്മളെല്ലാവരും ഓരോരുത്തരും അതിനെ ഒരു അവയർനെസ് നമ്മളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സ്ഥലം നമുക്ക് ഏറ്റവും പൊല്യൂട്ടഡ് ആണ് എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഏതെങ്കിലും പ്രദേശം മോശമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടാകും. നമ്മുടെ കുന്നും മലകളൊക്കെ ഇടിച്ച് നിരത്തി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ശക്തമായ നടപടികൾ എടുക്കുന്നുണ്ട്. എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ ഇതുണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വരും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രകൃതിയെ നമ്മൾ എന്തുമാത്രം നമ്മൾ ഇല്ലാതാക്കുന്നു, അത്ര തന്നെ പ്രകൃതിക്ക് ആ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ തൊട്ട് പ്രദേശങ്ങളിലെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഓരോ വ്യക്തിക്കും ചെയ്യാൻ കഴിയുക എന്നുള്ളത് സ്വയം ചെയ്യുക എന്നുള്ളതാണ്. പ്രകൃതിയും കാലാവസ്ഥയും അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ ഈ സ്വന്തം നാട് സംരക്ഷിക്കേണ്ടത് ഓരോ മലയാളിയുടെയും കടമയാണ്.